ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് കുറേ ദിവസം മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ ആണ് ഗൈസ്. നമ്മുടെ ഹീലൊക്കെ വാങ്ങിച്ചതിന് മുമ്പുള്ളൊരു വീഡിയോ ആണ് ഗൈസ്. അത് നിങ്ങൾക്ക് എൻ്റെ ചിരിപ്പ് കണ്ടപ്പോൾ അതിന് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം നമ്മളുള്ളത് നെസ്റ്റോയിലാണ് ഗൈസ്. അപ്പം നെസ്റ്റോയിൽ ലിഫ്റ്റിൽ കയറി ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ ചോക്ലേറ്റ് സെക്ഷനാണല്ലോ കാണാം. അപ്പം ചോക്ലേറ്റ് എടുക്കാണ്ടൊരു വൈബില്ലല്ലോ ഗൈസ്. എല്ലാം മിഠായി എടുത്തു വെക്കുന്നുണ്ട്. ഞാൻ പ്രൈസ് നോക്കിയിട്ട് അവിടെ തന്നെ എടുത്തു വെക്കുന്നുണ്ട്. ഇതെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ എൻ്റെ ഉള്ള മഞ്ചൊക്കെ ഞാൻ എടുത്തിട്ട് മഞ്ചും ഗാലക്സിയൊക്കെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഓരോ വെറൈറ്റി കാണുമ്പോൾ അതൊക്കെ എടുത്തെങ്കിലും നോക്കും ഗൈസ്. അതൊക്കെ നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലേ. അങ്ങനെ നമ്മുടെ ചിപ്സിൻ്റെ സെക്ഷനിലൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബിസ്ക്കറ്റ് എടുക്കാറില്ല. നമ്മൾ വെള്ളപ്പിലൊക്കെ ഒന്നും എടുക്കും. അതാണെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം തന്നെ ഇന്ന് തിന്ന് തീർക്കും ഗൈസ്. അങ്ങനെയുള്ള ഒരു കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് പൊടികളിലൊക്കെ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ വിമ്മ് അങ്ങനത്തെ ഉള്ള ഒരു സെക്ഷനിലൊക്കെ എത്തി. അവിടെ നിന്ന് നമ്മൾ കുറേ വിമ്മിൻ്റെ ഒരു പാക്കറ്റ് ഇല്ല, അതാണ് കേട്ടോ എടുത്തത്. പിന്നെ കേക്ക് കാണാൻ നല്ല രസമാണല്ലേ. അതിൻ്റെ ഒപ്പം തന്നെ കോപ്രായം കാണിക്കുന്നുണ്ട്. ഇത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ എൻ്റെ വില കേട്ട നിങ്ങൾ നെട്ടും ഗൈസ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്ത് കഷ്ടമാണല്ലേ. കേക്കിൻ്റെ എന്ന് വെച്ചാൽ സ്വീറ്റ്സിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പപ്സ്, ഉള്ളിവട അങ്ങനത്തെ ഉള്ള സെക്ഷനാണ്. പിന്നെ നമ്മുടെ ഹോട്ട് ഫുഡിൻ്റെ സെക്ഷനൊക്കെയാണ്. പിന്നെ ഞാൻ എവിടെ പോയാലെന്ന് വെച്ചാൽ നെസ്റ്റോയിൽ ചെന്നാൽ ഒരു ഫുഡും കഴിക്കില്ല ഗൈസ്. ഞാൻ ഓൾറെഡി KFC മാത്രമേ കഴിക്കത്തുള്ളൂ. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ അത് KFC മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ KFC നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. കുറേ പേര് ചോദിക്കുന്നത് എന്താ തിന്ന് മടക്കത്തില്ലേന്ന്. പക്ഷെ നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ടല്ലേ ഗൈസ് ഇതൊക്കെ തിന്നത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു ആകാംക്ഷ. പിന്നെ പൊറോട്ട വാപ്പിച്ചിക്ക്, പിന്നെ നമ്മൾ ബീഫ് വാങ്ങി, അതേപോലെ തന്നെ ബിരിയാണി വാങ്ങി, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങി. നിങ്ങൾക്ക് കണ്ടപ്പോൾ അതിനെ മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഇത് നമുക്ക് വെജിറ്റബിൾസിൻ്റെ ഒക്കെ സെക്ഷനാണ്. ഞാനിവിടെ ബില്ലടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഉമ്മച്ചി ഓടിച്ചാടി വരുന്നുണ്ട്. പിന്നെ ഈന്തപ്പഴൻ്റെ ഇടയിലോട്ട് കുറേ ആൾക്കാരൊക്കെ എടുത്തിട്ട് എൻ്റെ കൂരിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ഈന്തപ്പഴം തിന്നാറില്ല. ഇതൊക്കെ നോക്കും നമ്മൾ KFC വാങ്ങിയിട്ടുണ്ടല്ലോ, അത് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ വെക്കും. അപ്പം ഗൈസ്, നിങ്ങൾ ബോർഡും 4 പേരിനെ കണ്ടില്ലേ, ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ അവരുടെ 4 പേരുടെ പല്ലിലും ഒരേ പല്ലാണ് ഗൈസ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കട്ടെ പോസ് ചെയ്തിട്ട്. അങ്ങനെ ഗൈസ് നമ്മുടെ KFC എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇതിൽ ബണ്ണൊന്നും ഞാൻ തിന്നാറില്ല ഗൈസ്. കിട്ടിയപ്പോഴെന്താ ഞാൻ 3 പീസൊക്കെ എടുത്ത് ഇടുന്നുണ്ട്. അപ്പോൾ ആ 3 കഴിക്കാറില്ല. രാവണമെങ്കിൽ 2, അല്ലെങ്കിൽ വീണ്ടും തോന്നുന്നു വെച്ചാൽ ഞാൻ 4 തിന്നും ഗൈസ്. പിന്നെ ഇത് മൊത്തം തിന്നത്തില്ല. നമ്മൾ ഒരെണ്ണെങ്കിലും വീട്ടിൽ പോയിട്ട് തിന്നണ്ടേന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കും. പിന്നെ ഗൈസ്, എനിക്കിപ്പോൾ ഓൾറെഡി ഒരു ഹീലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് ഹീല് വാങ്ങുന്നതിന് മുമ്പുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹീലൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഈ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഹീലുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് എത്രയും നാളത്തെ പിന്നീടുള്ളൊരു വീഡിയോ ആണ്. ഇത് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിൽ ഈ നെസ്റ്റോൻ്റെ അവിടെ നിന്ന് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ നെസ്റ്റോ എന്നാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ ഗൈസ്. അങ്ങനെ ഓരോ ചെരുപ്പിടും അവിടെ വെക്കും, വീണ്ടും ഇടും, വീണ്ടും വെക്കും, വീണ്ടും വെക്കും. ഇത് ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് ഗൈസ്. പക്ഷെ വാങ്ങില്ല, കാരണം ഇതിനൊക്കെ 7,000 8,000 ഒക്കെ ആണെങ്കിൽ ഗൈസ് എനിക്ക് നെറ്റ് ഗൈസ് ഈ വിലയൊക്കെ കേൾക്കുമ്പോൾ. പിന്നെ എൻ്റെ ഞാൻ അവിടെ പൈസ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ. അതുകൊണ്ട് ഞാൻ പോവും. പക്ഷേ അവിടെ നിന്ന് കിട്ടുമൊക്കെ ഇഷ്ടാവില്ല. പിന്നെ ഇതാണെങ്കിൽ എൻ്റെ സൈസും ഉണ്ടാവില്ല. എൻ്റെ കയ്യിൽ കാട്ടും പൈസ ആയിരിക്കും. ഞാൻ കുറച്ച് പൈസ എടുത്ത് നോക്കുള്ളൂ. പിന്നെ അവിടെ എത്തുമ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസ ആയിരിക്കും. അതാണെങ്കിൽ വീട്ടിലും ആയിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട് ഗീസ്. പിന്നെ എൻ്റെ വകയുള്ള വീഡിയോ ആണ് ഹീലൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പിന്നെ കണ്ണാടി നോക്കി കോപ്രായം കാണിക്കണം, അത് മസ്റ്റാണ്. അതെൻ്റെ സ്വഭാവമല്ലായിരുന്നു ഗീസ്. എൻ്റെ സ്വഭാവമായിരുന്നോ? ഓരോ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവിടെയുള്ള കണ്ണാടിയെ നോക്കിയിരിക്കണം. അതാണ് ഗൈസ് അനുവിൻ്റെ പ്രത്യേകത. അങ്ങനെ ഗൈസ് കണ്ണാടിയിൽ നോക്കുള്ള കോപ്രായങ്ങളൊക്കെ കണ്ടേ ശേഷം നമ്മൾ വീണ്ടും ചെരുപ്പിട്ട് നോക്കി ഗൈസ്. ഇതൊന്നും എടുക്കത്തില്ല, പിന്നെ എന്തിനാണ് ഇട്ടോക്കണമെന്ന് കുറേ പേര് ചോദിക്കും. ദാറ്റ് ഈസ് എ ഹാപ്പിനെസ് ഗൈസ്. നമ്മൾ വേറെ കടയിൽ നിന്നാണ് ഹീല് വാങ്ങി. അങ്ങനെ ഹീലിൻ്റെ സെക്ഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ താഴത്തോട്ടാണ് ഗൈസ് പോയത്. ഇവിടെ ആണെങ്കിൽ പോട്ട്, മാറ്റ്, അങ്ങനത്തെ സൈക്കിൾസ്, അങ്ങനെയൊക്കെയുള്ള പെയിൻറ്റ്, ആർട്ട്, ക്രാഫ്റ്റ്, പോട്ട്, ഹൗസിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഗീസ്. അങ്ങനത്തെ ഒരു ഫ്ലോറിലാണ് വരുന്നത്. ഇവിടുത്തെ പോട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് ഗൈസ്. പക്ഷെ പൈസ കൂടുതലാണെന്ന് മാത്രം. അതൊക്കെ കണ്ട്
കുറേ നേരം അവിടെ നിന്നു ഗൈസ്. കാരണം ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു പോട്ടിൽ ടച്ചഡായിട്ടുള്ള ഫ്ലവർ ആയിട്ടുള്ള പോട്ടൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പം നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ബില്ലടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. അപ്പം അത് വാപ്പിച്ചാണ് എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കുന്നത്. ഉമ്മച്ചി ഇതിങ്ങനെ പിടിച്ച് നിൽക്കും. അതാണ് ഉമ്മച്ചിനും വാപ്പിച്ചിൻ്റെ പരിപാടി. ഞാനിവിടെ വീഡിയോ എടുത്തിരിക്കും. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ബൈ ബൈ.